കാരണം നിങ്ങൾ ആരോ ചോദിക്കുമ്പോൾ ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഒരു കുലുക്കമുണ്ടല്ലോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓർ വെൽക്കം ടു മൈ ചാനൽ. ഇഫ് യു ആർ സീയിങ് ദിസ് ഫസ്റ്റ് ടൈം ആയിരിക്കും, കാരണം ഞാൻ ഒരുപാട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. കുറച്ച് വീഡിയോസ് ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇട്ടിട്ടുള്ളൂ. ഐ മോർ ആക്റ്റീവ് ഇൻ ഇൻസ്റ്റഗ്രാം. എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വീർമെക്സ് എന്നാണ്, നിങ്ങൾക്ക് നോക്കാം. അപ്പം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബേസിക്കലി ഹൗ ടു ഗെറ്റ് എ ജോബ്, ഹൗ ഐ ഗോട്ട് ജോബ്, ഞാൻ എന്തൊക്കെയാണ് പ്രിപ്പയർ ചെയ്തത്, ഹൗ ഐ പ്രിപ്പയർഡ് മൈ റെസ്യൂമേ, ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളാണ് കേട്ടോ. നിങ്ങളോട് ഇങ്ങനെ ഇരുന്ന് ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഞാൻ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഐ ബി ടെല്ലിങ് അക്കോർഡിംഗ് ടു ദാറ്റ്. ആദ്യം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയാം. ഞാൻ +2 കൊമേഴ്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഓക്കെ, ഇവിടെ തന്നെ അല്ലേ നോക്കുന്നത്, എനിക്ക് കൺഫ്യൂഷനാണ്. ഓക്കെ, ഞാൻ +2 എന്തായിരുന്നു ഞാൻ +2 കൊമേഴ്സ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്കണോമിക്സ് ആണ് അണ്ടർ ഗ്രാജുവേറ്റ് എടുത്തത്. അത് കഴിഞ്ഞ് PGക്ക് ഇപ്പോൾ MCOM ഡിസ്റ്റൻ്റായിട്ട് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞിട്ട് CMA USA പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പഠിച്ചു കഴിഞ്ഞ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ ഐ റോട്ട് എക്സാം, പക്ഷെ എനിക്ക് കിട്ടിയില്ല. ബട്ട് ഐ വാസ് ട്രൈയിങ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ട് ഞാൻ കിടപ്പിലായി. അങ്ങനെ കിടപ്പിലായപ്പം പിന്നെ എനിക്ക് ഒരു 2-3 മന്ത്സ് ബെഡ് റെസ്റ്റൊക്കെ വേണമെന്ന് 8 മന്ത്സ് ബെഡ് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. പക്ഷേ 2-3 മന്ത്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ഐ വാസ് ഓക്കെ. എന്തോ ഭാഗ്യം, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ശരിയായി. അപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് അടുത്ത ജോബിന് വേണ്ടിയിട്ട് കയറി. അങ്ങനെ എൻ്റെ ആദ്യത്തെ കമ്പനിയാണ് വില്യംസ് ലീ. അതാണ് എൻ്റെ ആദ്യത്തെ കമ്പനി. ഞാൻ അപ്ലൈ ചെയ്യുന്ന ആദ്യത്തെ കമ്പനിയും എനിക്ക് കിട്ടിയ ആദ്യത്തെ കമ്പനി, ഞാൻ വർക്ക് ചെയ്യുന്ന ആദ്യത്തെ കമ്പനി. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് അറിയുന്നത് അവിടെ ഓപ്പണിങ്സ് ഉണ്ടെന്ന്. അങ്ങനെ അവിടെ ഇൻ്റർവ്യൂവിന് പോയി, എല്ലാം പാസ്സായി, ജോലി കിട്ടി. ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞപ്പം ഞാൻ നിങ്ങളോട് കാര്യം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ റെഫറൽസ് വാങ്ങിച്ചോ? തീർച്ചയായിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ റെഫറൽസ് കൊടുത്തോ മറ്റുള്ളവർക്ക്? പക്ഷെ ഒരിക്കലും ഞാൻ കാരണമാണ് നിങ്ങൾക്ക് ജോലി കിട്ടിയത് എന്ന് പറയരുത്. ഞാനിപ്പോൾ ആർക്കെങ്കിലും റെഫറൽസ് കൊടുത്താൽ ഞാൻ ഒരിക്കലും അവരടുത്ത് പറയില്ല ഞാൻ കാരണമാണ് അവർക്ക് ജോലി കിട്ടിയത്. ഞാൻ കാരണം ഒരിക്കലും അവർ ജോലി കിട്ടില്ല. ഞാൻ കാരണം ചിലപ്പോൾ അവർക്കൊരു പ്രിഫറൻസ് HR ആദ്യം നോട്ടീസ് ചെയ്യുമായിരിക്കും അവരെ. അതല്ലാണ്ട് അവർക്ക് ജോലി കിട്ടത്തില്ല. ബിക്കോസ് അവരുടെ കയ്യിലാണ് അവർക്ക് ജോലി കിട്ടുമോ ഇല്ലേ എന്നുള്ളത്. ഇപ്പം എനിക്ക് ജോലി കിട്ടത് എൻ്റെ ആ ഫ്രണ്ട് കാരണമല്ല. അവനെ റെഫർ ചെയ്തെങ്കിലും ഞാൻ അവിടെ പോയി അസസ്മെൻറ്റും ഇൻ്റർവ്യൂ എല്ലാം പാസ്സായതുകൊണ്ടാണ് എന്നെ എടുത്തത്. അതർവൈസ് ദേ വോണ്ട്. കാരണം അവൻ റെഫർ ചെയ്ത വേറെ കുറേ പേരുണ്ട്, എല്ലാവരും എടുത്തിട്ടില്ല. വൈ? ബിക്കോസ് അവർക്ക് കാലിബർ ഉണ്ടാവണം, അതാണ് മെയിൻ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ആരോടെങ്കിലും റെഫറൽ ചോദിച്ചാൽ അവർ നിങ്ങളെ അടിമയെ പോലെ കാണുകയാണെങ്കിൽ ഗെറ്റ് അവേ ഫ്രം ദം. ഇനിയിപ്പോൾ ആരെങ്കിലും നിങ്ങളോട് റെഫറൽ ചോദിക്കുകയാണെങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ കാരണമാണ് ജോലി കിട്ടിയത് എന്ന് പറയരുത്. ഡോണ്ട് സേ. നിങ്ങൾ അതിലേക്ക് ഒരു വഴിയായിരിക്കാം, പക്ഷെ ഒരിക്കലും നിങ്ങൾ കാരണം അല്ല. ഇത് ഞാൻ പല സ്ഥലത്തും പറയണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് പിന്നെ പറയാനൊരു അവസരം കിട്ടിയിട്ടില്ല. ഇന്ന് എനിക്ക് കിട്ടിയപ്പോൾ പിന്നെ ഞങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. എനിവേ, സെക്കൻഡ് കാര്യം പറയാം. ഞാൻ ഫസ്റ്റ് ജോലിക്ക് കയറി ഒരു 1.5 വർഷം ഞാൻ അവിടെ നിന്നു. എനിക്ക് 2 വർഷം നിൽക്കണം എന്നൊരു സർവീസ് എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നു. അതില്ലാതെയാണ് ഞാൻ ഇറങ്ങിയത്. അവിടെ നിന്ന് ഞാൻ ഇറങ്ങി നേരെ പിന്നെ നാട്ടിൽ വന്ന് 1 മന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നാൾ എറണാകുളത്ത് തന്നെ നിന്നു. ബിക്കോസ് എനിക്ക് എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിൽ വന്നു എൻ്റെ ആഗ്രഹം ഒരു മാസം എൻ്റെ വീട്ടുകാരോടെ നിൽക്കണം, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം, അതിനുശേഷം ജോലിക്ക് നോക്കണം. അങ്ങനെയായിരുന്നു പ്ലാൻ. പക്ഷേ ആ ഒരു 1 മന്തിൽ തന്നെ എനിക്ക് ജോലി സെറ്റായി. ഞാൻ ആദ്യം അപ്ലൈ ചെയ്യുന്നത് ലിങ്ക്ഡിനിലാണ്. ലിങ്ക്ഡിനിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ട് ഞാൻ വെറുതെ അപ്ലൈ ചെയ്തിട്ടു. കാരണം ആ സമയത്ത് ഞാൻ എന്തായാലും നാട്ടിലില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്ക് എന്തായാലും വാക്കിനൊന്നും പോകാൻ പറ്റില്ല എന്നൊരു മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് അങ്ങനെ ഞാൻ അപ്ലൈ ഒന്നും നോക്കില്ല നേരെ. പിന്നെ എനിക്ക് അവിടെ നിന്ന് കോൾ വന്നു ലിങ്ക്ഡിൽ നിന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു 2 ദിവസത്തിനുള്ളിൽ കോൾ വന്നാൽ സെലക്ട് ആയി എന്നാണ് അർത്ഥം. എനിക്ക് ചെറിയ ജലദോഷമൊക്കെ വന്നിട്ട് ഞാൻ ഒരു ട്രിപ്പ് ക്യാൻസലാക്കി നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്ന് പിറ്റേന്ന് ഞാൻ ഇൻ്റർവ്യൂവിന് പോവാണ്. അത് വാക്കിനാണ്. വാക്കിൻ ഇൻ്റർവ്യൂ. ഞാൻ HR വിളിച്ചു നോക്കി, ഇൻ്റർവ്യൂ ഉണ്ട്, ഞാൻ പോകണോ അതോ നിങ്ങൾ സെലക്ട് ആയെന്ന് അങ്ങനെയാണോ കോൺടാക്ട് ചെയ്യുന്നത്? അപ്പോൾ വാക്കിന് പൊക്കോളൂ, അത് ഡിഫറെൻറ്റ്, നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്തോളൂ. അങ്ങനെ പോയി അറ്റൻഡ് ചെയ്ത് അന്ന് ആ ദിവസം, അതായത് സെക്കൻഡ് ഡേ കോൾ വരും എന്ന് പറഞ്ഞില്ലേ, ആ 2ാമത്തെ ദിവസമാണ് ഞാൻ വാക്കിൻ ഇൻ്റർവ്യൂവിന് പോകുന്നത്. എനിക്ക് സെക്കൻഡ് ഡേ കോൾ വന്നിട്ടില്ല. അതായത് ഫോണിലൂടെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ പുള്ളിക്കാരി പറയുന്നത് എനിക്കും മനസ്സിലായില്ല ആക്ച്വലി. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു കിട്ടില്ല എന്നുള്ളത്. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് വാക്കിന് പോകാൻ തോന്നി. വാക്കിന് പോയി സെലക്റ്റായി. അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഓട്ടോയിൽ കയറി തിരിച്ചു വരാനായിട്ട് ഊബർ ഓട്ടോയിൽ കയറിയപ്പം തന്നെ എനിക്ക് മെയിൽ വന്നു, സെലക്റ്റായി, ഡോക്യുമെൻറ്റ്സ് വെരിഫിക്കേഷൻ അയച്ചോളാൻ പറഞ്ഞിട്ട്. ഐ വാസ് വെരി ഹാപ്പി. ലൈക്ക് ഞാൻ പ്ലാൻ ചെയ്ത് അവിടെ എനിക്ക് പ്ലാൻ ചെയ്ത പോലെ ലൈഫ് പോകുന്ന പോലെ തോന്നി.
മേ ബി ബിക്കോസ് ഈ യൂണിവേഴ്സ് എൻ്റെ കൂടെ നിന്നുകൊണ്ടായിരിക്കാം, ദൈവം എൻ്റെ കൂടെ നിന്നുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ജോലിക്ക് പോയ കാര്യം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ റീൽ ഇട്ടിരുന്നു. അത് കണ്ടിട്ട് എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് വന്നു. അപ്പോൾ അതിനൊക്കെ ഉത്തരം പറയാനാണ് ആക്ച്വലി ഇന്നത്തെ വീഡിയോ. പക്ഷെ ഞാൻ പറഞ്ഞ് ലൈഫ് മൊത്തം പറഞ്ഞു. അപ്പോൾ ബാക്കി പറഞ്ഞുതരാം. അപ്പോൾ ഇൻ്റർവ്യൂവിന് വന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, എങ്ങനെ ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യേണ്ടത്, എന്ത് പൊസിഷനാണ് ഞാൻ എന്നൊക്കെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. വോയിസ് ആണോ നോൺ വോയിസ് ആണോ? അപ്പോൾ അതിനൊക്കെ ഒരു ക്ലാരിറ്റി തരാമെന്ന് വിചാരിച്ചു. ഞാൻ വർക്ക് ചെയ്യുന്നത് സീനിയർ അസോസിയേറ്റ് ക്ലെയിംസിലാണ്. അപ്പോൾ എനിക്ക് നോൺ വോയിസ് ആണ്. വോയിസുള്ള ആൾക്കാരും വേറെ ടീമിലുണ്ട്. അവിടെ നോൺ വോയിസും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, വോയിസിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ബിക്കോസ് ന്യൂ ജോയിനീസ് ഒക്കെ വരുമ്പോഴും കൂടുതലും വോയിസിലാണ് ആദ്യം കയറാം. പിന്നെ അലയൻസസ് ആൻഡ് എക്സ്പോഷർ അതുകൊണ്ടായിരിക്കും മേ ബി ഫ്രഷേഴ്സൊക്കെ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. കമ്പനി ഈസ് നൈസ്, മൊത്തത്തിൽ നൈസാണ്. പിന്നെ കമ്പനിയെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. മേ ബി യു ആൾ നോ അലിയാൻസ്. പിന്നെ റൗണ്ട്സ് ഓഫ് ഇൻ്റർവ്യൂ, ചില ആൾക്കാർക്ക് 6 or 7 റൗണ്ട്സ് ഓഫ് ഇൻ്റർവ്യൂസ് വരെ പോയതായിട്ട് ഞാൻ അറിഞ്ഞു. അത് എൻ്റെ കൂടെ ഉള്ള പിള്ളേർക്ക് തന്നെ അങ്ങനെയുണ്ട്. പക്ഷേ എനിക്കാകെ 3 റൗണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. മേ ബി ബിക്കോസ് ഇറ്റ് വാസ് വാക്ക് ഇൻ. എനിക്ക് ഫസ്റ്റ് റൗണ്ട് HR-ൻ്റെ ആയിരുന്നു. HR ലെവൽ ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് വാസ് മോർ അബൌട്ട് കമ്പനി. സോ എനിക്ക് വന്നൊരു വലിയ മിസ്റ്റേക്കാണ്. ഞാൻ കമ്പനിയെക്കുറിച്ച് ബേസിക് ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഡീപ്പായിട്ട് കമ്പനിയെക്കുറിച്ച് പഠിച്ചിട്ട് പോവുക. ദേ വിൽ ആസ്ക്. അപ്പോൾ നിങ്ങൾ ദയവ് അത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പോവുക. എന്താണ് കമ്പനി എന്താ ചെയ്യുന്നത്, കമ്പനിക്ക് വേറെ ബ്രാഞ്ചസ് ഉണ്ടോ, കമ്പനി എത്ര കൺട്രീസിലുണ്ട്, എല്ലാം പഠിച്ചിട്ട് പോവുക. ഡീപ്പ് നോളജ് അബൌട്ട് കമ്പനി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്കതില്ലായിരുന്നു. പക്ഷേ ആസ് മൈ കമ്മ്യൂണിക്കേഷൻ വാസ് ഗുഡ്, ഞാൻ സെലക്ട് ആയി. സെക്കൻഡ് റൗണ്ട് മാനേജറിലായിരുന്നു. മാനേജറൽ റൗണ്ട് വാസ് പ്രിറ്റി ഗുഡ്. ഭയങ്കര ഈസി ആയിരുന്നു എനിക്ക്. ബിക്കോസ് എന്നെക്കുറിച്ച് തന്നെ സംസാരിച്ചത്, എൻ്റെ പോഡ്കാസ്റ്റിനെ കുറിച്ചും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ സംസാരിച്ചത്. സോ ഇറ്റ് വാസ് റിയലി അമേസിങ്. ഇറ്റ് വാസ് റിയലി ഈസി ഫോർ മീ. തേർഡ് റൗണ്ട് കയറുന്നതിന് മുന്നേ, തേർഡ് റൗണ്ട് കുറച്ച് ടൈം എടുത്തിട്ടോ. ഞാൻ രാവിലെയാണ് പോയത് ഇൻ്റർവ്യൂവിന്. ഉച്ചയ്ക്ക് വന്ന പിള്ളേരുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് വന്ന് എല്ലാവരോടും പോകാൻ പറഞ്ഞു. ലൈക്ക് നാളെ പിറ്റേ ദിവസം വന്നാൽ മതി. രാവിലെ വന്നവരടുത്ത് വെയിറ്റ് ചെയ്യാനും പറയും. രാവിലെ വന്ന ആകെ ഞാനും വേറെ 2 കുട്ടികളും മാത്രമേ ഉള്ളൂ വൈകുന്നേരം 6:30 വരെ നിന്നത്. ലൈക്ക് അത്രയും നേരം ടൈം എടുത്തത്. ഞങ്ങൾ ലാസ്റ്റ് ആയിരുന്നു. അപ്പം രാവിലെ വന്നവർ 3 പേര് നിന്നോളൂ, ബാക്കി എല്ലാവരും പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ നിന്നപ്പോഴത്തേക്കും എൻ്റെ അടുത്തൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, തേർഡ് റൗണ്ട് ഭയങ്കര സീനാണ്, ഇൻ്റർവ്യൂ എടുക്കാതിരിക്കുന്ന മാം ഭയങ്കര സീന ഇൻ ദ സെൻസ് ഷീ ഈസ് നോട്ട് ആംഗ്രി, അങ്ങനെയല്ല, ക്വസ്റ്റ്യൻസ് ഭയങ്കര പാടാണ്, ഷീ ഈസ് വെരി കണ്ണിങ് ഇൻ ക്വസ്റ്റ്യൻസ്, അങ്ങനെയൊക്കെ പറഞ്ഞു. എനിക്ക് ടെൻഷനായി. ഞാനിതുവരെ ആ പുള്ളിക്കാരിയുടെ 3ാമത്തെ പ്രാവശ്യം ഇൻ്റർവ്യൂവിന് പറഞ്ഞേ. അപ്പോൾ ഷീ ഹാവ് എക്സ്പീരിയൻസ് ഇൻ ദാറ്റ് റൗണ്ട്. എനിക്കാണെങ്കിൽ ഫുൾ കൺഫ്യൂസ്, എനിക്കൊരു തേങ്ങ അറിഞ്ഞൂടാ. അപ്പം ഞാനിങ്ങനെ ഈശ്വര ആ പുള്ളിക്കാരി എങ്ങനെയാണോ എന്തോ. അകത്ത് കയറിയപ്പോൾ ഒരു പാവം മേഡോടാ, പാവം. ഐ റിയലി ലവ് ഹർ. ലൈക്ക് ഷീ ഈസ് എ വെരി വൈബ്രൻറ്റ് എനർജറ്റിക് ടീം ഹെഡ്. എനിക്ക് പുള്ളിക്കാരി ഒത്തിരി ഇഷ്ടമായി. ഞാൻ പേര് പറയുന്നില്ല, ബട്ട് എവ്രി വൺ നോസ്. ഇഫ് യു ആർ വാച്ചിങ് ഫ്രം മൈ കമ്പനി യു വിൽ ഡെഫിനറ്റ്ലി നോ. ആള് നൈസാട്ടോ, ഭയങ്കര പാവ. എനിക്ക് അങ്ങനെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടൊന്നും തോന്നിയില്ല. മേ ബി ബിക്കോസ് ആളുടെ പെർസ്പെക്റ്റീവിൽ നിന്നായിരിക്കാം പറഞ്ഞിട്ടുള്ളത്. എനിക്ക് ക്വസ്റ്റ്യൻസൊക്കെ ഈസി ആയിരുന്നു. എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെ എന്നെക്കുറിച്ചും എൻ്റെ ലൈഫിനെ കുറിച്ചും പിന്നെ സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾ എന്ത് ജോബിനാണോ പോകുന്നത്, അതായത് എന്ത് ടൈപ്പ് ഓഫ് ജോബിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലാണോ നിങ്ങൾ പോകുന്നത്, അതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കി വെച്ച്, സിറ്റുവേഷൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ നോക്കി വെക്കണം. അപ്പം എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് വന്ന സിറ്റുവേഷനിലുണ്ട് ഞാൻ എൻ്റെതായ രീതിയിൽ സംസാരിച്ചു. ആൻഡ് ഇറ്റ് വാസ് ഓക്കെ. ഐ തിങ്ക് ഷീ വാസ് ഇംപ്രസ്ഡ്. മേ ബി അതുകൊണ്ടായിരിക്കണമല്ലോ സെലക്ട് ആയത്. പിന്നെ വെരിഫിക്കേഷൻ HR ഒക്കെ വിളിച്ച് സംസാരിച്ചു. വെരിഫിക്കേഷൻ റൗണ്ട്സ് ഒക്കെ കഴിഞ്ഞു. ഫൈനലി ഐ എം ഇൻ അലയൻസ് നൗ. അപ്പോൾ ഐ എം വെരി ഹാപ്പി. അതാണ് കമ്പനിയിലേക്ക് വന്നത്. അപ്പോൾ എന്തൊക്കെ പ്ലാറ്റ്ഫോമാണ് എനിക്ക് യൂസ്ഫുൾ ആയെന്ന് ചോദിച്ചാൽ ലിങ്ക്ഡിൻ ആൻഡ് നൗക്രി. എനിക്കിത് രണ്ടുമാണ് ഈസി ആയിട്ട്, അല്ലെങ്കിൽ എനിക്ക് ജോബ് ഗ്രാബ് ചെയ്യാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തത്. എസ്പെഷ്യലി ലിങ്ക്ഡിനിൽ നിങ്ങൾ ഒരിക്കൽ ആക്റ്റീവായി തുടങ്ങിയാൽ യു വിൽ ഗെറ്റ് ലോട്ട് ഓഫ് കണക്ഷൻസ്. ആ കണക്ഷൻസ് വഴി യു വിൽ ബി ഗെറ്റിംഗ് മോർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് യു ക്യാൻ നോ അബൌട്ട് മെനി കമ്പനീസ്. അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണം. ലൈക്ക് ലിങ്ക്ഡിനിൽ അക്കൗണ്ട് എടുക്കുക, അത് മാനേജ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ജോബ്, നിങ്ങളത് തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഇഫ് യു വാണ്ട് ടു ഡെവലപ്പ് ഇൻ യുവർ കരിയർ എന്ന് ചിന്തിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പ്രയോറിറ്റൈസ് ചെയ്യണം. ഞാനത് ഇതുവരെ ചെയ്തില്ല, ബട്ട് നൗ ഐ എം ഡൂയിങ്. ഞാൻ ലിങ്ക്ഡിനിൽ കുറച്ചുകൂടെ ആക്റ്റീവ് ആവാൻ ശ്രമിക്കുന്നുണ്ട്. ലിങ്ക്ഡിനിൽ നിങ്ങൾക്ക് എവിടെയാണ് ജോലി വേണ്ടത്, എന്ത് കമ്പനിയിലാണ് വേണ്ടത്, എന്ത് പൊസിഷൻ ആണെന്നൊക്കെ നിങ്ങൾ ഫിൽട്ടർ ചെയ്തിട്ടിരുന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരും. ഞാൻ കുറേ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഇന്നലെ രാത്രി, ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് ഓൺ 5th September, 4th September നൈറ്റ് ഈവനിങ്ങിൽ എനിക്കൊരു കോൾ വന്നു. ഇറ്റ് വാസ് ഫോർ കോണ്ടന്റ് ക്രിയേറ്റർ റോൾ. ഞാൻ മുന്നേ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെന്നെ വിളിച്ചാണ്. ഐ ടോൾഡ് ഫ്രീലാൻസിങ് ആണോ എന്ന് ചോദിച്ചു. അല്ല, ഫുൾ ടൈം. ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ജോബിന് കയറി. ലൈക്ക് മുന്നേ നമ്മൾ ചെയ്തിട്ടിരുന്നതും അവർ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ ഇങ്ങനെ വിളിക്കും.
So it will be a good opportunity for you if you are in LinkedIn to get a job. എനിക്കൊന്നിനും വയ്യ, ഞാൻ LinkedIn ഒന്നും നോക്കത്തില്ല, വേണമെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വന്ന് വിളിക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നാൽ നിങ്ങളാരും വന്ന് വിളിക്കില്ല. നിങ്ങൾക്ക് വേണ്ട ഓപ്പർച്യൂണിറ്റി യു ഷുഡ് ഗ്രാബ് ഇറ്റ്. ഓപ്പർച്യൂണിറ്റീസ് ആർ സോ മച്ച്, ഒരുപാടുണ്ട്. ഞാൻ വിചാരിച്ചത് ഇന്ത്യയിൽ ജോലി കിട്ടാനൊക്കെ ഭയങ്കര പഠനമാണ്. ബട്ട് ദർ ആർ സോ മച്ച് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. വി ആർ നോട്ട് ഗോയിങ് ഫോർ ദാറ്റ്. നമുക്ക് എപ്പോഴും ലക്ഷങ്ങളുള്ള സാലറി വേണം എന്ന് വിചാരിച്ചാൽ യു വോണ്ട് ബി ഗെറ്റിംഗ്. സ്റ്റാർട്ട് ഫ്രം ദി ബേസ്, യു വിൽ ഗെറ്റ് ഹയർ. തീർച്ചയായിട്ടും ഹയർ കിട്ടും. ഇപ്പം ഞാൻ നിൽക്കുന്ന സിറ്റുവേഷൻ വെച്ച് എൻ്റെ ലൈഫ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ബേസ് നിന്നാണ് തുടങ്ങിയത്. ഞാൻ ഐ എം ഗെറ്റിംഗ് ഇനഫ് മണി. എനിക്ക് ജീവിക്കാൻ എനിക്ക് എൻ്റെ ലക്ഷറി ആയിട്ട് ജീവിക്കാനുള്ള പൈസ എനിക്ക് കിട്ടണമെന്ന്. ദാറ്റ്സ് ഇനഫ്. പിന്നെ ഞാൻ റെഫറൽ കൊടുക്കുമെന്ന് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കമ്പനിയിലേക്ക്. ഇപ്പം നിങ്ങൾക്ക് അലയൻസിൽ വേറെ കണക്ഷൻസ് ഒന്നുമില്ല, എന്നെ മാത്രമേ അറിയത്തുള്ളൂ, അങ്ങനെയാണെങ്കിൽ യു ക്യാൻ സെൻഡ് മീ യുവർ റെസ്യൂമേ ഇൻ മെയിൽ ഓർ ലിങ്ക്ഡിൻ. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് മെസ്സേജ് ഒന്നും ഇടരുത്, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻസും ഇടരുത്. ഇടുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ റെസ്യൂമെ നിങ്ങൾക്ക് അയക്കണമെങ്കിൽ നിങ്ങൾക്ക് അയക്കാൻ പറ്റുന്ന 2 മാർഗം. ഒന്ന് മെയിൽ ഐ ഡി ആണ്, megavij1827@gmail.com, അല്ലെങ്കിൽ ലിങ്ക്ഡിൻ അക്കൗണ്ട് ഇതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ 2ഉം കൊടുത്തേക്കാം. നിങ്ങൾക്ക് അതിൽ റെഫർ ചെയ്ത് നിങ്ങൾക്ക് അതിൽ എനിക്ക് അയച്ചു തന്നാൽ മതി. ഐ വിൽ ഡെഫിനറ്റ്ലി, ഇഫ് യു ആർ കേപ്പബിൾ എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ ഗീവ്. ഞാൻ നിങ്ങൾക്ക് എന്തായാലും റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ കുറച്ച് പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. റിജക്റ്റ് ആയ ആൾക്കാരുടെ റീസൺസ് ഒക്കെ എന്നോട് HR പറഞ്ഞു. അപ്പം ഞാൻ ഡയറക്റ്റ്ലി അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന കാരണം കൊണ്ടാണ് നിങ്ങൾ റിജക്റ്റ് ആയത്, അത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യുക എന്ന് ഞാൻ പറയാറുണ്ട്. സോ അതൊക്കെയാണ് റെഫറൽസിനെ കുറിച്ചിട്ട്. പിന്നെ റെസ്യൂമെ എപ്പോഴും ഭയങ്കര എന്താ പറയുക, ഹ്യൂമനൈസ്ഡ് രീതിയിൽ ഭയങ്കര അടിപൊളിയായിട്ട് മറ്റേ ക്യാൻവ ടൈപ്പൊന്നും അല്ലാതെയൊക്കെ നിങ്ങൾ കൊടുത്താൽ നിങ്ങൾ പെട്ടെന്ന് സെലക്ട് ആവും എന്ന് പറയുന്നത് ഒരു മിത്താണെന്ന് എനിക്ക് തോന്നുന്നു. ദ ഫാക്ട് ഇസ് ദാറ്റ് നിങ്ങൾ അതിലുള്ള കോണ്ടന്റ് ശരിക്കും നിങ്ങൾ എഴുതിയതായിരിക്കണം. ഞാൻ എൻ്റെ റെസ്യൂമെ ക്യാൻവയിലാണ് പ്രിപ്പയർ ചെയ്തത്. അതിലുള്ള അതിൻ്റെ ടെംപ്ലേറ്റും കാര്യങ്ങളൊക്കെ ക്യാൻവയിലാണ്. പക്ഷേ എഴുതിയിരിക്കുന്ന സാധനങ്ങൾ എൻ്റെതാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ അല്ലാതെ റെസ്യൂമെ ഭയങ്കര അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതിനകത്ത് നല്ല സ്കിൽസ് ഉണ്ടാവണം, കമ്മ്യൂണിക്കേഷൻ നല്ലപോലെ ഉണ്ടാവണം, ടെക്നിക്കൽ സ്കിൽസ് ആസ് വെൽ സോഫ്റ്റ് സ്കിൽസും ഉണ്ടാവണം. എല്ലാം നല്ലൊരു പ്രോപ്പർ റെസ്യൂമെ, നിങ്ങൾ ചെയ്ത റെസ്യൂമെ ആയിരിക്കണം, ChatGPT അല്ല. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ യു വിൽ ബി ഡെഫിനറ്റ്ലി കോൾഡ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ബേസിക്കലി ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഡെഫിനറ്റ്ലി കമ്പനീനെ കുറിച്ച് പഠിച്ചിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് പോവാം. ഇൻ്റർവ്യൂ എടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടും കൂടെ സംസാരിച്ചിട്ട് പോവാം. പിന്നെ ഞാൻ എന്തായിട്ട് വർക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ, സീനിയർ അസോസിയേറ്റ് ക്ലെയിംസിലാണ് വർക്ക് ചെയ്യണേ. നോൺ വോയിസ് ആണ്. വോയിസ് ആണോ എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വോയിസ് അല്ല, നോൺ വോയിസ് ആണ്. അപ്പം അത്രേ ഉള്ളൂ. പിന്നെന്താ, അപ്പോൾ ഇതേപോലെ ഇരുന്ന് സംസാരിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ കുറച്ച് മടിയും പിന്നെ ടൈമില്ലാത്തത് കൊണ്ടാണ്. ഇനി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിക്കാം. അപ്പോൾ ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. സോ ദിസ് ഇസ് ബൈ ഫ്രം മിഖ. ടേക്ക് കെയർ ഗൈസ്, ലവ് യു.